പെണ്ണിന്റെ മുഖത്ത് നോക്കി ലേറ്റ് ആയത് എന്താന്ന് ചോദിക്കുന്നത് നീയാണോ പഞ്ച്വാലിറ്റിയെ പറ്റി സംസാരിക്കുന്നേ? വെള്ളം കുടിക്കേ. സ്ട്രെസ് ബെസ്റ്റ് ഇത് എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. എനിക്ക് അപ്പപ്പ സ്ട്രെസ് വരുമ്പോ ഞാനിത് കഴിക്കാറുണ്ട്. അത് നിങ്ങൾക്ക്, എനിക്കല്ല. ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ്. സാരമില്ല, ഒരു പ്രാവശ്യം ട്രൈ ചെയ്. എന്റെ മോള് കൊടുത്തയച്ചതാ. ഫ്രണ്ട് അല്ലേ, ഫ്രണ്ട്. നീ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞുകൊണ്ട് അവള് തന്നെ ഉണ്ടാക്കിയതാ. സ്പെഷ്യൽ. എടുത്തോ, അല്ലെങ്കിൽ എന്റെ മോളെ പോലെ ഞാനും ദേഷ്യം പിടിക്കേണ്ടി വരും. താങ്ക്സ്. വരവ് വെച്ചു എന്ന് വെച്ച താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ബോസ് വന്നേക്കുന്നു, എഴുന്നേക്ക്. എന്താ നടക്കുന്ന മിസ്റ്റർ റാം? അവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നീ എവിടെ ഇരുന്നോ മോളെ? ജോലിയൊക്കെ നടക്കട്ടെ, നല്ലോണം ജോലി ചെയ്യണേ. അതെന്താ നിങ്ങളുടെ തലയ്ക്ക് തീരെ ഓളം ഇല്ലേ? ബോസ് വന്നാൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന കോമൺ സെൻസ് പോലുമില്ലേ? ഒരു വലിയ പഞ്ച്വാലിറ്റിക്കാരൻ വന്നേക്കുന്നു. നിങ്ങളെക്കാട്ടിലും ഭേദം എന്റെ മോള് തന്നെയാ. ഇതെന്താ 2 ദിവസം കൊണ്ട് ഈ നാടകം അവസാനിക്കുമെന്ന് കരുതിയപ്പോ നിന്റെ ഫ്രണ്ട് ഇപ്പോഴും അവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യാണല്ലോ. ഇതെന്തിനായി കണ്ണാരം പൊത്തിക്കളി? കണ്ടുപിടിക്കുന്നവരെ എപ്പോ അന്വേഷിച്ച് കണ്ടെത്തുമ്പോ ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും സൂരി? അതല്ലടാ, എന്റെ മകൻ എന്റെ ഓഫീസിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ജോലി എന്ന് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹം ഒലിക്കുന്ന കണ്ടില്ലേ മോന്റെ കാര്യത്തില്? നോക്കൂ സൂരി, എല്ലാം പ്ലാൻ ചെയ്തത് നിങ്ങളുടെ മോൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അർജന്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ മോനോട് തന്നെ നിങ്ങൾ പോയി ചോദിക്കും. അതും കൂടാതെ അവന്റെ പ്ലാൻ സ്ലോ ആക്കാൻ വേണ്ടിട്ട് അവന്റെ അടുത്ത് ഒരു തിരിക്കുന്ന കണ്ടില്ലേ? എന്ന് വെച്ചാ അടുത്തുള്ള കൂട്ടുകാരനാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് ഡൗട്ടൊന്നുമില്ല. എനിക്കും ഡൗട്ടില്ല. എങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കട്ടെ. എന്തായാലും പണിപാടും. അത് പിന്നെ എന്താ സൂരി, അവൻ 1 ലിറ്റർ പെട്രോളിന്റെ വില എത്രയാന്ന് അറിയില്ല, മിഡിൽ ക്ലാസ് ജീവിതം എന്താണെന്നറിയില്ല. നമുക്കറിയാലോ നമ്മുടെ ചെക്കനെ. നമുക്ക് നോക്കാന്നേ. യെസ്. സോറി സൂരി, നിങ്ങളായിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞു പോയി. സാരമില്ല, വിട്ടേക്ക്. ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് സാർ. പറഞ്ഞോ. ഇത്രയും വർഷമായിട്ടും ആർക്കും ബോണസ് കിട്ടിയിട്ടില്ല സാർ. ഇനി അവർക്കൊക്കെ ബോണസ് കൊടുക്കേണ്ട കാര്യമുണ്ട് സാർ. അതിനെ പറ്റിയൊരു പുതിയ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. പുതിയ പ്ലാനോ? എന്താ അത്? അതിവിടെ വെച്ച് പറയണ്ട. നമ്മുടെ എല്ലാ എംപ്ലോയീസിന്റെയും മുന്നിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതം. ശരി സാർ. നമ്മുടെ ചരണുണ്ടല്ലോ, ബോണസിന്റെ കാര്യത്തിൽ ഇപ്പോ പുതിയൊരു പ്ലാൻ പറയും. നിങ്ങൾ ആ പ്ലാൻ എല്ലാം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. നമസ്തേ. അത് പിന്നെ കാരണമില്ലാതെ ബോണസ് കൊടുത്താൽ അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും സാർ. അതുകൊണ്ട് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബോണസ് കൊടുക്കാനാണ് പ്ലാൻ സാർ. ആരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ നല്ല ബോണസ് കൊടുക്കണം സാർ. അപ്പോൾ എംപ്ലോയീസും നന്നായിട്ട് ജോലി ചെയ്യും, കമ്പനിക്കും നല്ല പ്രോഫിറ്റ് കിട്ടും സാർ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതെങ്ങനെയാ നടക്കുന്നത്?
അതായത് സാർ, ആരൊക്കെയാണ് എത്രയൊക്കെയാണ് ജോലി ചെയ്തതെന്ന് എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാക്കുന്നു വെച്ചാ മികച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഓഫീസിൽ സാധാരണമാണ്. അപ്പൊ ഇവരൊക്കെ ഈ ലീവ് എടുക്കുന്നത്, ഒരു തെറ്റുമില്ലാതെ ജോലി ചെയ്യുന്നത്, ഇതിനൊക്കെ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? ഓൾസോ ഈ പെർഫോമൻസ് പെർസെന്റേജിനെ ആരാണ് മെഷർ ചെയ്യുന്നത്? ഞാൻ തന്നെയാ. നിങ്ങളത് ശരിയായിട്ട് ചെയ്യുന്ന എന്താ ഗ്യാരണ്ടി? നിങ്ങൾ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ മാനേജ്മെന്റിന് താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. ഒരുപക്ഷെ നന്നായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാരെ ഹൈലൈറ്റ് ചെയ്യാതെ പോവും. അപ്പൊ പിന്നെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ പറ്റിക്കുന്ന പോലെ ആവില്ലേ? എന്തിനാ മിണ്ടാതിരിക്കേ? എന്താ മോളെ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അല്ല സർ, അത് റാം അദ്ദേഹം പറഞ്ഞത് അവര് ആ അർത്ഥത്തിലല്ല സർ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. Why don't you explain it to everybody? പറയൂ. വലിയ ആളെ പോലെ സംസാരിക്കും ഇയാള്. എന്താ പറയേണ്ടതെന്നൊരു ബോധവുമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഉത്തരം കൊടുത്തില്ലെങ്കിൽ ഇയാളുടെ ജോലി പോവല്ലോ. എന്താ പറയാ ഇപ്പോ? പറയൂ. എന്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ? സർ, കമ്പനിക്കും എംപ്ലോയീസിനും ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും വേണം സർ. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അതേപോലെ ഞങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് കമ്പനിക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ സർ. എംപ്ലോയീസ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ചിന്തിക്കുന്നത് പോലെ കമ്പനി എംപ്ലോയീസിന് വേണ്ടി ചിന്തിച്ചാ അത് കുറച്ച് സന്തോഷം കൂട്ടുമല്ലേ സർ? ജോലി ചെയ്യുന്നതിന് ശമ്പളം കിട്ടുന്നുണ്ട് സർ. ബോണസ് എന്ന് പറഞ്ഞാൽ സംതിങ് എക്സ്ട്രാ, അതിന് പ്രത്യേക ഒരു വാല്യൂ ഉണ്ട് സർ. അതുകൊണ്ടാണ് സാർ ഞാനും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ബോണസ് കൊടുക്കാന്ന് പറഞ്ഞത്. ജോലി ചെയ്യുന്നവർക്ക് ബോണസ്, അല്ലാത്തവർക്കില്ല. അങ്ങനെയല്ല സർ. പിന്നെ എങ്ങനെ? ചരൺ, അവരെന്തോ പറയുന്നുണ്ടല്ലോ. എല്ലാവരും സ്പെഷ്യലാണ് സർ. അവരവരുടേതായ രീതിയിൽ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. അമ്മയാവുമ്പോ എല്ലാ മക്കളെയും ഒരേപോലെ തന്നെ നോക്കിയല്ലേ പറ്റൂ സർ. ഒരു കുഞ്ഞ് സ്ട്രോങ് ആണെന്ന് കരുതി അവനെ ലാളിച്ചും രണ്ടാമത്തെ മകൻ വീക്ക് ആണെങ്കിൽ അവനെ ഉപേക്ഷിക്കില്ലല്ലോ സർ. ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ഈ കമ്പനി വിവേചനം കാണിക്കാൻ പാടില്ല സർ. ഇതാണ് റാം പറയാൻ വന്നത് സർ. അല്ലേ? എന്തിനാ തലയാട്ടുന്നേ? വാ തുറന്ന് പറ. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. അതെ സർ, ഞാനും ഇത് തന്നെ പറയാൻ വന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആകും. എല്ലാ എംപ്ലോയീസും ഇവിടെ സന്തോഷത്തോടെ ജോലി ചെയ്യും. നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ അതിന് ലാഭം ഉണ്ടാവുക. ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താ? അതെ സർ, ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓക്കെയാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ സർ. മിസ്റ്റർ ചരൺ, മനസ്സിലായി സാർ. അവര് പറഞ്ഞ പ്ലാൻ കൊള്ളാം സാർ. കുഴപ്പമില്ല അല്ലേ? നീയും ഷാർപ്പായല്ലോ. എന്താ മോളെ നിന്റെ പേര്? സീത. നിന്റെ പേരോ? നിന്റെ പേര് പറയടാ. പേര് പറ. റാം. സീത രാമ. ഇവര് പറഞ്ഞ പോലെ എല്ലാവർക്കും ഈക്വൽ ബോണസ്. സൂപ്പർ
താങ്ക് യു സോ മച്ച്. നിങ്ങൾ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ബോണസ് കിട്ടില്ലായിരുന്നു. താങ്ക് യു സോ മച്ച് റാം. തിരിഞ്ഞു നോക്ക്, ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്ക്. ഒരു പ്രാവശ്യം എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് എന്നോട് എന്തോ ഫീലിങ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്നോട് ഒരു ഫീലിങ്സും ഇല്ല. പ്രിയ, ബോണസ് എത്രയുണ്ടാവും? എന്ത് വേണമെങ്കിലും ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട്. അശോക, വാ ഇവിടെ. ആരാടാ കുട്ടി? എനിക്ക് അറിയില്ല സൂരി, എന്തൊരു കളിയാവക്ക്. എന്തൊരു കളിയോ? അത്ര ആളുകളുടെ ഇടയിൽ നിന്ന് എന്റെ കുട്ടിക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചില്ലേ, എന്നിട്ട് കളി എന്ന് പറയുന്ന നീ അവളെ പറ്റിയാണോ പറഞ്ഞത് സൂരി? എന്നിട്ട് ആരെ കുറിച്ചാന്ന് കരുതി? ഞാനും അവളെ പറ്റി തന്നെയാ. ഞാൻ ഒരുമാതിരി എന്ന് പറഞ്ഞത് നല്ല അർത്ഥത്തിൽ തന്നെയാ. നിങ്ങൾക്ക് അവളെ പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ട, നിങ്ങളുടെ പുത്രനോട് ചോദിക്കേ, പറഞ്ഞോളൂ. വരട്ടെ. എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ജോലി അടക്കില്ല, പോട്ടെ. സർ, നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? വർക്ക് അവേഴ്സിൽ മ്യൂസിക് ഒക്കെ കേട്ടോണ്ടിരുന്ന സമയം കളയരുത്, ജോലി ചെയ്യാൻ നോക്ക്. താങ്ക് യു സർ. എന്ത്? അത് ഫ്രണ്ട്ഷിപ്പില് ഈ സോറി താങ്ക് യു ഒന്നും പറയാൻ പാടില്ല. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലല്ലോ. അതെ, നമ്മളിപ്പോ അതിന് മുകളിലാ. എന്ന് വെച്ചാ നിങ്ങൾക്കത് പിന്നെ മനസ്സിലായിക്കോളും. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. കൊച്ചു പോയി കൊച്ചിന്റെ ജോലി നോക്കി. പ്ലീസ് മൂവ്. സോറി. പിന്നെ സോറിയോ? എന്താ എനക്ക്? അത് ഫ്രണ്ട്ഷിപ്പില് ഈ സോറി താങ്ക്സ് ഒന്നും പറയണ്ട. പക്ഷെ ലവില് സോറി താങ്ക്സ് എല്ലാം പറയേണ്ടി വരും. സോ എത്ര വേണേലും പറഞ്ഞോ. എന്താ ശരിക്കും നിന്റെ പ്രശ്നം? എന്തു പറ്റി? ഇത്ര ധൈര്യമോ നിനക്ക്? എന്നോട് താങ്ക്സ് പറയാനുള്ള പ്ലാൻ ഇല്ലേ? സോറി. സോറി അല്ല, താങ്ക്സ്. താങ്ക്സ് പറയാനുള്ള പ്ലാൻ ഉണ്ടോന്നാ ചോദിച്ചേ. ശരി ബാ, നിന്റെ ഫ്രണ്ട് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് വന്ന് കഴിക്ക്. നിങ്ങളത് കഴിച്ചില്ലെങ്കിലേ വൈകുന്നേരം അവൾ എന്നെ പിടിച്ചു തിന്നും. ഇതാ വരുന്നു. Ram, meet me after lunch. Any important work, sir? No. Enjoy lunch time, please. എന്താണെങ്കിലും ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? നമ്മൾ അത്രയും പറഞ്ഞിട്ട് ഒരു ഉപയോഗവും ഇല്ലാതായി പോയല്ലോ. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവും, സാരമില്ല. വേറെ എന്തുണ്ടാവാനാ? നിങ്ങൾക്ക് ക്ലാസ് എഴുതി തരാനായിരിക്കും. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചരൺ സാറിനെ ചോദ്യം ചെയ്തില്ലേ? നിനക്ക് തലയ്ക്ക് വട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതിൽ തെറ്റെന്താ? തെറ്റൊന്നുമില്ല, പക്ഷെ ഇപ്പൊ പ്രശ്നം ആർക്കാ? നിനക്ക് തന്നെയല്ലേ? അല്ല, അപ്പോ താൻ താങ്ക്സ് പറയാൻ പ്ലാൻ ഇല്ലെന്ന് ചോദിച്ചില്ലായിരുന്നു, അതെന്തിനു വേണ്ടിയാ? നിന്റെ ജോലി പോകാതെ നോക്കിയതിന്. ഓ, താങ്ക് യു സോ മച്ച്. നല്ലപോലെ സംസാരിച്ചു. വെരി ഫണ്ണി. വെരി ഫണ്ണി എന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞതിലും കാര്യം ഉണ്ടായിരുന്നു. ഈ ക്രെഡിറ്റ് ഒക്കെ എന്റെ മോൾക്കുള്ളതാ. ഇതെല്ലാം അവള് പറയുന്നതാ. ഓൾമോസ്റ്റ് എല്ലാ ഐഡിയ അവളുടെയാ. എന്റെ ഫ്രണ്ട് ആള് കൊള്ളാലോ, ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ടല്ലേ? പിന്നെ രണ്ടാളും കണക്കാ. ഇനി ബോസ് വിളിച്ച് സംസാരിക്കുമ്പോ മാക്സിമം മിണ്ടാതിരിക്കണേ. ബോസ് അല്ലേ, സാരമില്ല, അതപ്പം നോക്കാം. ആക്ച്വലി ബോസ് നല്ല ആളാ. നിന്നെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടല്ലേ പറയുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നില്ലല്ലോ. വാവ്. ഒരു കാര്യം പറയട്ടെ, ദിസ് ഇസ് ഗോണ ബി ദ ബെസ്റ്റ് ലഞ്ച് ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ.
ഇതുപോലൊക്കെ ചപ്പാത്തി പാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തായാലും ആദ്യമായിട്ട് കാണുക. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് തന്നു വിട്ടേനെ. ഞാനിത് പിന്നീട് കഴിച്ചോളാം. ഐ ജസ്റ്റ് വാണ്ട് ടു സേവ് ദിസ്. അയ്യോ, അത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അത് കഴിച്ചാലല്ലേ ഇതിന് വിലയുള്ളൂ. Yeah, right. Oh, wow. എന്റെ ഫ്രണ്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ബസ് ലഞ്ച് ഫ്രം എ ബസ് ഫ്രണ്ട്. ടു ഗുഡ്. കുറച്ച് ഫീലിങ്സ് ഉള്ളിൽ തന്നെ വെച്ചോട്ടോ. ബോസിന്റെ അടുത്തുനിന്ന് ഇനി എന്തോരം കേൾക്കാനുള്ളതാ. കുറച്ച് ഇമോഷൻസ് അവിടെ ഇടാൻ ബാക്കി വെച്ചോ. ചപ്പാത്തി ഇറക്കി വെക്കാം. എന്തിന്? എനിക്കിത് പിന്നീട് കഴിക്കാലോ, അതിനുവേണ്ടിയാ. എനിവേസ്, താങ്ക്സ് ഫോർ ദ ലഞ്ച്. എന്റെ ഫ്രണ്ടിനോട് താങ്ക്സ് പറയണേ. താങ്ക്സ്. എന്റെ മോള് കാരണം അയാളുടെ അമ്മയോർത്തു. നമുക്ക് ആരും ഇല്ലാത്തപ്പോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായ ആ ഒരു സന്തോഷം തന്നെ വേറെയാ. ഇതെന്താ ഭാർഗവി, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, ഭർത്താവ് എത്രത്തോളം ഫിറ്റാണെന്ന് നോക്കുകയാണോ? ഹേമ, വേണ്ട മോളെ, നീ ഇങ്ങനൊന്നും നോക്കല്ലേ. നീ ഇങ്ങനെ നോക്കിയാ നിന്റെ തലയിൽ എന്താ കറങ്ങുന്ന എനിക്ക് മനസ്സിലാവില്ല. നിന്റെ തലയിൽ എന്താ ഓടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ അന്വേഷിക്കുന്നത് എന്താണെന്നും അറിയാം. ഇതല്ലേ? മാഡം, കാറ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലേഡിയുടെ ഗോൾഡ് ചെയിൻ കിട്ടി. ഇതാ. ഓ, കിട്ടിയത് നിനക്കാണോ? അങ്ങനെ താങ്ക്സ്. നീ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഇതൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. വിശ്വ, ഐ എം സീരിയസ്. എന്റെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയായിരുന്നെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ വീട് രണ്ടായി തീർന്നേനെ. ഇപ്പൊ എന്താ, നിനക്കും അതുപോലെ പ്രശ്നം ഉണ്ടാക്കണോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്ക് നന്നായി അറിയാം. അതുകൊണ്ടല്ലേ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് നീ സംസാരിക്കുന്നത്. ഭാര്യയാണെന്ന് കുറെ രേഖകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, രണ്ടുപേർക്കും തോന്നണ്ടേ? ഞാൻ നിനക്കൊരു പക്ഷെ അങ്ങനെയായിരിക്കും വിശ്വ. പക്ഷെ ഈ വീട്ടിൽ നിന്നെ എല്ലാവരും ബഹുമാനിക്കുന്നതിന്റെ കാരണം എന്താ? ഈ ഭാർഗവി വിശ്വയുടെ ഭാര്യയാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാ വിശ്വ ഭാർഗവിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ട്. നിന്റെ ഐഡന്റിറ്റി തന്നെ ഞാനാണെന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. നീ ഈ വീട്ടിൽ നിൽക്കുന്നതിന്റെ ലൈസൻസ് തന്നെ ഞാനാണ്. ഞാനൊന്നും മനസ്സ് വെച്ച ഈ സെക്കൻഡ് ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. ഈ ക്ഷണം അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ എല്ലാ കാര്യവും പറയും. അപ്പൊ പിന്നെ അവര് തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന്, ഈ അടുത്ത് തന്നെ നിന്റെ അനിയനെ കുറിച്ചുള്ള അച്ഛന്റെ അഭിപ്രായം എന്തെന്ന് നിനക്ക് നന്നായിട്ട് അറിയുമല്ലോ. എന്റെ മൂത്ത മോനും നശിച്ചു പോയല്ലോ എന്ന് നിനക്ക് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണം. ആലോചിച്ച് നോക്ക് ഭാർഗവി, മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കണം എന്നുള്ളത് എനിക്കോ എന്റെ കുടുംബക്കാർക്കോ പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് പെരുമാറേണ്ട രീതി പെരുമാറിയിരുന്നെങ്കിൽ ഞാനും ലക്ഷണമൊത്തൊരു ഭർത്താവായിട്ട് ഇരുന്നേനെ. വിശ്വ, ഇത്തരം കളികളൊന്നും എന്നോട് എടുക്കണ്ട. നിനക്ക് പുറത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഐ ഡോണ്ട് കെയർ. സബാഷ്. എന്നാ വീട്ടില് യു ബെറ്റർ ബി എ ഗുഡ് ഹസ്ബൻഡ് ആൻഡ് എ ഫാദർ.
ലോകത്താർക്കും ഇങ്ങനൊരു ഭാര്യയെ കിട്ടുമെന്നറിയില്ല, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, നിന്നെപ്പോലുള്ളവരെ കാണുന്ന ആൾക്കാര് നിനക്ക് വേണ്ടി ക്ഷേത്രം പണിയും. ഈ ചെയിന് ആർക്ക് കൊണ്ട് കൊടുക്കണോ അവിടെ തന്നെ കൊണ്ട് കൊടുത്തോളാം. അവനെവിടെ? സാർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് കഴിക്കുന്നു? സംസാരിച്ചുകൊണ്ട് കഴിക്കുകയാണോ? എക്സാക്ട്ലി. തീർത്തിട്ട് വന്നോളൂ. ആ, വരട്ടെ വരട്ടെ. ഭക്ഷണം മുഖ്യ. ഊണ് കഴിച്ചോ സാർ? ഊണേ ഗംഭീരായിരുന്നു കാണും. ഏമ്പക്കം വരെ കവിതയാണല്ലോ അശോക. വാ 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 വാ, കവിത കവിത. നീ എന്താ കളിക്കുകയാണോ? നോക്കിയേ, കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ ഇരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്, നീ എന്തൊക്കെയാ പറഞ്ഞത്, അതിന് ബോസ് എന്തൊക്കെ മറുപടി പറഞ്ഞു, ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കും. ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കുക. ഇപ്പോഴേ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ ഇവൻ. നമുക്ക് നോക്കാം. എന്ത് നോക്കാന്ന്? ഒന്നുമില്ല. ബോണസ് ക്ലിയറൻസിന് നിന്റെ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. ഇതിലൊക്കെ ഒന്ന് ഒപ്പിട്ടെ. സാറെന്തോ വയറ് നിറയെ കഴിച്ചല്ലേ? ഡെസേർട്ട് വല്ലതും വേണോന്ന് ചോദിക്കടാ. വേണോടാ? വേണ്ടി വരില്ല. മുത്തശ്ശ. എന്താടാ മോനെ? അത് മുത്തശ്ശ ഓഫീസിൽ നിന്ന് മുത്തശ്ശാന്ന് വിളിക്കാൻ തന്നെ എനിക്ക് പേടിയാ. വേഗം ഒപ്പിട്ട് പോവാൻ നോക്കട്ടെ. ആ ശരി ശരി ശരി, വേഗാക്ക്. ആ കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞേ? സീത. സീതാരാമ